നമസ്കാരം. വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ. രാജിവെച്ചത് ധർമ്മേന്ദ്ര പ്രധാൻ അല്ല കേട്ടോ. രാജിവെച്ചത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദിയാണ് രാജിവെച്ചത്. ഇവിടെ നരേന്ദ്രമോദി തോറ്റു, അല്ലെങ്കിൽ തല കുമ്പിട്ടു, കീഴടങ്ങി, അങ്ങനെയൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. അദ്ദേഹം ഇപ്പോൾ ഇന്ത്യൻ ജനതയുടെ പ്രധാനമന്ത്രിയായി. അതാണ് ഉണ്ടായത്. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചപ്പോൾ അതിനാദ്യമായിട്ട് വിജയിച്ചത് നരേന്ദ്രമോദിയാണ്. കാരണം അദ്ദേഹം തെളിയിച്ചു തല കുനിക്കാനും തനിക്ക് അറിയാമെന്ന്. ഇത് നേരത്തെ കുനിക്കേണ്ടതായിരുന്നു. പക്ഷെ ഇവിടെയുള്ള പ്രതിപക്ഷക്കാർ അവരൊക്കെ സമരാചാരങ്ങൾ, ആചാരസമരങ്ങൾ, നമ്മളുടെ പാർലമെൻറ്റ് മന്ദിരത്തിനകത്തൊരു ഗാന്ധി പ്രതിമയുണ്ട്. ആ ഗാന്ധി പ്രതിമയുടെ മുമ്പിൽ നമ്മുടെ കേരളത്തിലെ എം പിമാർ അവിടെ പോയി നിന്ന് നമ്മളെ ഇവിടുത്തെ ഒരു മുദ്രാവാക്യം ഉണ്ടല്ലോ, ശബ്ദം കുറച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാവോ, ഇങ്ങനെയൊക്കെ ചെയ്യാവോ, ഇങ്ങനെയൊക്കെ ചെയ്യാവോ, പടക്കം കിട്ടിയില്ലേ? അപ്പോൾ ഇവിടെ പോകുന്ന എം പിമാരപ്പം തന്നെ അവിടെ മാതൃഭൂമി, മനോരമ ചാനലുകളൊക്കെ അവിടെ എത്തും. അവർ ആ പടക്കം എടുക്കും. പടക്കം കിട്ടിയല്ലോ കഴിഞ്ഞു. ഇതാണ് സമരാചാരം, സമരാഭാസം അഥവാ ആചാരസമരം. കാരണം ഒരു മഹാമല 2, 3, 4, 5, 10 കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള എം പിമാർ ആ മഹാമല കുത്തിത്തുറന്നാൽ 2-3 ദ്വാരങ്ങളുണ്ടാക്കാന്നല്ലാതെ ആ മഹാമല വീഴ്ത്താൻ കഴിയില്ല, എലികൾക്ക് കഴിയില്ലെന്ന് എലികൾക്ക് അറിയാവുന്നതുകൊണ്ട് അവർക്കറിയാൻ കഴിയില്ലെന്ന് ആയതുകൊണ്ടാണ് അവർ ആചാരം പോലെയുള്ള സമരം നടത്തിയത്. സമരം നടത്തിയോ? സമരം നടത്തി. എവിടെ നടത്തി? അവർ സ്ഥിരം ഒരു സ്ഥലമാണ് ഗാന്ധി പ്രതിമയുടെ താഴെ നിരന്ന് നിൽക്കുക. പടെടുക്കാൻ ചാനലുകൾ എത്രയേ ഉള്ളൂ. ഇത് വാസ്തവത്തിലൊരു മഹാമലയല്ല, മൺകൂന. നമ്മളുടെ ഹിമാലയം ഒരു മൺകൂനയാണ്. പക്ഷേ നരേന്ദ്രമോദി, ഞാൻ 2-3 വീഡിയോൻ്റെ മുമ്പിലൊരു കാര്യം പറഞ്ഞു. കുത്തിയാൽ വീഴാത്ത ഗോപുരമല്ല നരേന്ദ്രമോദി എന്ന കാര്യം ജെൻസി വിപ്ലവക്കാർ, കോക്രോച്ചുകാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്ന്. ആയതുകൊണ്ട് തന്നെ ഈ സമരം ഒരു രാത്രി കൊണ്ട് നേരം വെളുക്കില്ല എന്നൊരവസ്ഥ. ഇത് പെട്ടെന്നൊന്നും കുറേ പോലീസുകാരെ അല്ലെങ്കിൽ അർദ്ധ സൈനിക വിഭാഗങ്ങളെ അല്ലെങ്കിൽ സൈന്യങ്ങളെ ഇറക്കി ലാത്തി ചാർജോ വെടിയോ കൊണ്ടോ തീരുന്നൊരു കാര്യമല്ല. അത് ദിവസങ്ങളെ കൊണ്ട് നമുക്ക് മനസ്സിലായതാണ്. കോക്രോച്ച് പാർട്ടി ഒരു യൂട്യൂബോ ഏതോ ഇൻസ്റ്റഗ്രാമിൽ നിന്നോ സ്റ്റാർട്ട് ചെയ്തതാണ്. അന്നൊക്കെ നമ്മളൊക്കെയും കളിയാക്കി, എല്ലാവരും കളിയാക്കി. ഞാൻ കളിയാക്കാൻ നിന്നില്ല. കാരണം കളിയാക്കത്തക്ക വിധത്തിലുള്ള വലിപ്പം പോലും അവർക്ക് അവരോധിച്ച് കൊടുക്കാൻ നമുക്ക് കഴിയുമായിരുന്നില്ല. ഒരു യൂട്യൂബ് പാർട്ടി. പക്ഷേ ഒരു സത്യം അവശേഷിക്കുന്നുണ്ട്. അതിപ്പോൾ മനസ്സിലായി. അതിവിടുത്തെ കോൺഗ്രസ്സുകാർക്കും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ മനസ്സിലായി. ഒരു സൂചി കൊണ്ട് കുത്തിപ്പൊട്ടിക്കാവുന്ന രീതിയിലുള്ള ഊതി വീർപ്പിച്ചൊരു ബലൂൺ മാത്രമായിരുന്നു വാസ്തവത്തിൽ നരേന്ദ്രമോദി. ഇപ്പം അതെല്ലാവരും വലിയ കാര്യമായിട്ട് പറയുന്നുണ്ട്. കെ.സി. വേണുഗോപാൽ പറഞ്ഞു, ജനാധിപത്യത്തിൻ്റെ വിജയം അല്ല കെ.സി. വേണുഗോപാലെ, ജനാധിപത്യത്തിൻ്റെ വിജയമല്ല, ജൻസികളുടെ വിജയമാണ്.
കോക്രോച്ചിന് വേണ്ടിയിട്ട് അവിടെ സമരത്തിൽ വന്ന പെൺകുട്ടികളും ആൺകുട്ടികളും അവരുടെ വിജയം മാത്രമാണ്. അത് നിങ്ങളുടെ വിജയമല്ല, അല്ല അല്ല കോൺഗ്രസിൻ്റെ വിജയമല്ല, കമ്മ്യൂണിസ്റ്റുകാരുടെ വിജയമല്ല. ഞാനിവിടെ പുറത്ത് എന്തൊക്കെയോ വാങ്ങിക്കാൻ വേണ്ടി ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയ സമയത്ത് അവിടെ വെച്ചിട്ടാണ് ഈ മൊബൈൽ തുറന്നപ്പോൾ അതിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു എന്ന് കാണുന്നത്. വീട്ടിലെത്തിയ ഉടനെ തന്നെ ടി വി ഓൺ ചെയ്തു. ആദ്യം വന്ന് റിപ്പോർട്ടർ ചാനലാണ്. അതിലെന്താ പറഞ്ഞതെന്ന് അറിയാമോ? അസാമാന്യമായ പോരാട്ട വീര്യത്തിനോടൊപ്പം നിന്നുകൊണ്ട് അതിന് വേണ്ടുന്ന ബാക്കപ്പ് കൊടുക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്ന് ആ മൊട്ട പറഞ്ഞതാ. റിപ്പോർട്ടർ ചാനലിനെ മൊട്ട പറഞ്ഞതാ. അതിന് ഞങ്ങൾ അഭിമാനിക്കുന്നു എന്ന്. ജൻസി വിപ്ലവത്തിന് വേണ്ടുന്ന പിന്തുണ നൽകാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു, അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നുവെന്ന്. ഇനിയിപ്പോൾ ഓരോരുത്തർ വരും, ഞങ്ങളുടെ പോരാട്ട വീര്യം എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. ഇതിൻ്റെ 100% ഇതിൻ്റെ ക്രെഡിറ്റ് അത് ഇതിന് തുടക്കം വെച്ച് ഒരു പയ്യൻ ദീപക് മറ്റുമാണ്, അദ്ദേഹത്തിന് മാത്രമുള്ളതാണ്. അദ്ദേഹം ഇതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല അദ്ദേഹം ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഇവിടെ നടമാടുന്ന ഈ ഇ ഡി നമ്മൾക്കിവിടെ ഒരുപാട് ഇന്ദിരാഗാന്ധി അടക്കമുള്ള ഭരണങ്ങൾ കണ്ടിട്ടുണ്ട്. അവരേക്ക് ഏറ്റവും വലിയ കയ്യാളുകളായിട്ട് നിന്നിട്ടുള്ള പോലീസുകാരും പട്ടാളക്കാരൊക്കെയാണ്. അതിന് മേലെയാണ് ഇപ്പോൾ ഇവിടെ ഇ ഡി ഒക്കെയും വന്നത്. അതുപോലെ ഒരുപാട് ഏജൻസികൾ, എല്ലാവരും ഭയത്തോടു കൂടി ഇരിക്കുന്നൊരവസ്ഥ. ഇന്നിപ്പോൾ സിനിമാ സംവിധായകൻ ആഷിഖ് അബു പറഞ്ഞു, ഞങ്ങളൊക്കെ ഭയത്തോടു കൂടിയിട്ടാണ് ഇരുന്നത്. ഒരു സിനിമ എടുത്ത് അതിൻ്റെ പേരെടുത്തത് എങ്ങനെയാണെന്നറിയില്ല, അതിലേതേതെല്ലാം ഭാഗങ്ങളാണ് മുറിച്ച് അതറിയില്ല. പാർവതി എന്ന് പേരിട്ട ദേവിയുടെ പേര്, മഹാലക്ഷ്മി എന്ന് വിട്ട പേരിട്ടാൽ ദേവൻ്റെ പേര്. ആ രീതിയിൽ പ്രശ്നങ്ങൾ, എല്ലായിടത്തും കൈകടത്തലുകൾ. വിദ്യാഭ്യാസ സമ്പ്രദായം പരിപൂർണമായിട്ട് അടിച്ചുറച്ച് വാർത്ത് ഈ RSS പ്രോഗ്രാമാക്കി മാറ്റുന്നൊരവസ്ഥ. PM ശ്രീ അതാണ്. PM ശ്രീ ഒരു ഹിന്ദുത്വ പ്രോഗ്രാമാണത്. ഹിന്ദു പ്രോഗ്രാമല്ല, ഹിന്ദുത്വ പ്രോഗ്രാം. ആ അറ്റം ഒരു അറ്റം വരെ ഹിന്ദുത്വം കുത്തി നിറയ്ക്കുക. അതിൻ്റെ വേരുകളൊക്കെ എവിടെയാണ്? ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, BJP അത് സംഘപരിവാറിനകത്തെ രാഷ്ട്രീയ മുഖമാണ്. RSS അതാണ് സംഘം, മറ്റെല്ലാം പരിവാരങ്ങളാണ്. RSS എന്ന മൂലവേര് അതിൻ്റെ തായ്തടി, ബാക്കിയെല്ലാം ഫോളിയേജസ് മാത്രമാണ്. ഈ RSSൻ്റെ മൂലവേര് അത് VD സവർക്കറാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ് പിന്നീട് ബെഞ്ച് ഓഫ് തോട്ട്സൊക്കെ ആയിട്ട് വന്നത്, MS ഗോൾവാൾക്കറിൻ്റെയൊക്കെ ആയിട്ട് വന്നത്. അത് എഴുതിയിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവരും ശത്രുക്കളാണ്. മുസ്ലിങ്ങൾ ശത്രുക്കളാണ്, ക്രിസ്ത്യാനികൾ ശത്രുക്കളാണ്, ദളിതന്മാർ ശത്രുക്കളാണ്, കമ്മ്യൂണിസ്റ്റുകാർ ശത്രുക്കളാണ്, ഞങ്ങളല്ലാതെ ഞങ്ങൾക്ക് എല്ലാവരും ശത്രുക്കളാണ്. ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഭയപ്പെട്ട് കഴിഞ്ഞുകൂടെ ചെയ്ത് ഇവിടെ. എപ്പോഴാണ് തങ്ങളുടെ പുറയിൽ ഈ ഇരുതല മൂർച്ചയുള്ള വാള് വന്ന് വീഴുക എന്നറിയാതെ ഗളസ്ഥാനത്ത് എല്ലാവരുടെ ഉള്ളിലും അവരറിയാതെ തന്നെ ഒരു ഭയം ത്രസിക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ ആക്കി വയ്ക്കുകയാണ് ചെയ്തത്. ഒരു കുടുംബനാഥൻ അദ്ദേഹം വീട്ടിലില്ലെങ്കിലും അദ്ദേഹം ഒരു നല്ല ചൂരൽ, 1 മീറ്റർ നീളവും നല്ല അത്യാവശ്യം തടിയുള്ളൊരു ചൂരൽ അവിടെ ഇറക്കാലി എന്ന് പറയും. അന്നൊക്കെ ഓടിട്ട വീടാണല്ലോ. ആ ഓടിട്ട വീടിൻ്റെ ആ ചായപ്പിൻ്റെ അവിടെ വയ്ക്കും. അതൊരു ഭീഷണിയാണ്. ആ വീട്ടിൽ ആ കുട്ടികൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അച്ഛൻ വരുമ്പോൾ അപ്പം അമ്മ പറയും അച്ഛൻ വരട്ടെ എന്ന്. അതേ സമയത്ത് വൈകുന്നേരം വരുന്ന സമയത്ത് അച്ഛൻ വരുമ്പോൾ പാപ്പം കൊണ്ടുവരും. ആ ഒരു ബോധം, അതിലൂടെയും കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റും. പക്ഷെ ഇവിടെ അതല്ല ചെയ്തത്. RSSൻ്റെ ദണ്ഡാപ്രയോഗം, അത് നേരിട്ട് ഏറ്റിട്ടില്ലെങ്കിൽ പോലും ഇന്ത്യയിലെ എല്ലാ പൗരന്മാരും, അത്യാവശ്യം തലയ്ക്ക് അകത്ത് മൂത്ത എല്ലാവരും, ചിന്തിക്കുന്ന എല്ലാവരും, അടിയന്തരാവസ്ഥയുണ്ടായിരുന്നു. അന്നെനിക്ക് വളരെ പ്രായം കുറവാണ്. പക്ഷെ അതിൻ്റെ തിക്തഫലങ്ങൾ ഞാൻ അപ്പുറത്തും ഇപ്പുറത്തും കണ്ടതാണ്. പിടിച്ചു കൊണ്ടുപോവുകയാണ്. കോടതിയിലേക്ക് ഹാജരാക്കുമ്പോൾ അടിയന്തരാവസ്ഥക്കാലത്ത് പിടിക്കപ്പെട്ടാൽ അവരെന്ത് ശിക്ഷയാണ് നൽകേണ്ടത് അത് കോടതിക്കും അറിയില്ല. പിടിച്ചു കൊണ്ടുപോകുന്നു. പിന്നെ പുറത്തു വന്നാലായി. അവസാനം എല്ലാം പുറത്ത് വന്നു. കുറേ എണ്ണം ആ പോക്കന്നെ പോയി. രാജൻ കേസൊക്കെ അറിയാമല്ലോ. അതുപോലെയായിരുന്നു വാസ്തവത്തിൽ അപ്രഖ്യാപിതമായിട്ടുള്ളൊരു അടിയന്തരാവസ്ഥയാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് ഇവിടെ ഇന്ത്യയിൽ കണ്ടത്. ഏതായാലും അപ്രഖ്യാപിതമായിട്ടുള്ള അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ആളുടെ പേരാണ് സ്വേച്ഛാധിപതി, ഫാസിസം എന്നൊക്കെയും പറയാം. അത് ചെയ്ത ആളുകളെ മുഴുവൻ അവസാനം ജനങ്ങളുടെ കയ്യിൽ അകപ്പെട്ട് പിച്ച് ചീന്തപ്പെട്ട്, നമുക്കറിയാം ഹിറ്റ്ലറുടെ കാര്യം അറിയാം. ചെമ്പട വരുന്നു എന്നറിഞ്ഞിട്ട് അദ്ദേഹം ബങ്കറിനകത്ത് കയറി വെടിവെച്ചു. ഈവാ ബ്രൗണിനെ ഭാര്യയെയും കൊന്നു, അയാളും ചത്തു. പോൾപോട്ട് ഇന്നേതായാലും നാട്ടുപോയാൽ കാണാൻ പറ്റും. ലക്ഷക്കണക്കിന് അസ്ഥികൂടങ്ങൾ അദ്ദേഹത്താൽ കൊല്ലപ്പെട്ടവരുടെ. സ്റ്റാലിൻ്റെ ഡൂം, അന്നത്തെ ഡൂമ അല്ലെങ്കിൽ പാർലമെൻറ്റ്, പിന്നീട് ഒരിക്കൽ ക്രൂഷ്ചേവിനോടോ മറ്റോ സംസാരിക്കുന്ന സമയത്ത് ഈ ധൈര്യം നിങ്ങൾ സ്റ്റാലിനിലുള്ളൂ, ഇപ്പോൾ കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ ഉടനെ തരങ്ങനെ തൂക്കി ചൂണ്ടി. ആരുടെ ചോദ്യം ചോദിച്ചതെന്ന് ചോദിച്ചിട്ട് പിന്നെ ആരും മിണ്ടിയില്ല. ചോദ്യം ചോദിച്ച ആൾ പോലും എനിക്ക് തോന്നുന്നില്ല. ഇതായിരുന്നു എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു സ്റ്റാലിൻ. മത്സരിക്കേണ്ടുന്നവരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്ന സ്റ്റാലിൻ, ജയിക്കേണ്ടവരുടെ ലിസ്റ്റ് തയ്യാറാക്കുന്ന സ്റ്റാലിൻ. അതായിരുന്നു അവിടുത്തെ സ്ഥിതി. ഗദ്ദാഫിക്ക് അതിൽ പെട്ട ആളാണ്, അമേരിക്കയുടെ ശത്രു എന്നുള്ള ആളാണെങ്കിൽ പോലും അദ്ദേഹം സ്വേച്ഛാധിപതിയായിരുന്നു. ഹിറ്റ്ലർ സ്വേച്ഛാധിപതിയായിരുന്നു, മുസോളിനി സ്വേച്ഛാധിപതിയായിരുന്നു. അവരിലേക്ക് അവസാനം എന്താണെന്ന് ചരിത്രം നമ്മളുടെ മുമ്പിൽ. ഏതായാലും ഭാരതത്തിൽ അങ്ങനെ സ്ഥാനം ഒഴിഞ്ഞു പോകുന്നവരെ അതിന് മുമ്പുള്ളവരെ കഴുത്ത് പിടിച്ച് ഞെക്കാറില്ല. അവരവരെ വഴിക്ക് പോട്ടെന്ന് വിചാരിക്കും, അത്രമാത്രം. നരേന്ദ്രമോദിക്ക് ഇനി ആ കസേരയിലിരിക്കാനുള്ള അവകാശം, ആ കസേരയിലിരുന്ന് ഇനിയും ഇതുപോലുള്ള ഉത്തരവുകൾ ഇറക്കാൻ, 56 ഇഞ്ച് 58 ഇഞ്ചോ ആ മാറിവിടവും കാണിക്കാൻ, ഇനി അത് കാണിച്ച ആൾക്കാർ കളിയാക്കും. ആയതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി തീർന്നു. ആ ചന്ദ്രതാരകം BJP ആണ്, സംഘപരിവാരമാണ് എന്നൊക്കെ പറഞ്ഞ് വീമ്പളക്കിയിരുന്ന കുറേ പ്രൊഫൈലുകളുണ്ട് യൂട്യൂബും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇനി അവരെന്തിന് ന്യായീകരണം കൊണ്ടുവരണമെന്നറിയില്ല. കുട്ടികൾക്ക് വേണ്ടി, കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി, വിദ്യാഭ്യാസത്തിൻ്റെ സർവ്വതോമുഖമായിട്ടുള്ള അഭ്യുന്നതിക്ക് വേണ്ടി നമ്മളുടെ പൊന്നുംകുടം നമ്മുടെ നരേന്ദ്രമോദി അദ്ദേഹം ഒന്ന് വഴങ്ങി കൊടുത്തു എന്നൊക്കെയാണ് പറയാൻ പോണത്. അതല്ല, രക്ഷയില്ലാണ്ട് വേറെ മാർഗമില്ലാതെ
ഇവിടെ യുണൈറ്റഡ് നേഷൻസ് വരെ പ്രതികരിച്ചു. RSSനകത്തുള്ള മുരളി മനോഹർ ജോഷി ടോപ്പ് മോസ്റ്റ് ലീഡറാണ്. മോഹൻ ഭാഗവത്, ഇവരൊന്നും നരേന്ദ്രമോദിയുടെ പ്രവർത്തനത്തിന് ആനുകൂല്യം പ്രഖ്യാപിച്ചവരല്ല. അപ്പം എല്ലാ ഭാഗത്തു നിന്നും തിരിയക്കൂടുത മതപൂർണ്ണം എല്ലാ ഭാഗത്തു നിന്നും എതിർപ്പ് വന്നപ്പോൾ നരേന്ദ്രമോദി മനസ്സോടെ ആ 56 ഇഞ്ചൊന്ന് ചുരുക്കി. അതാണ് സത്യം. ഇനി നല്ലത് സമയമായി നരേന്ദ്രമോദി രാജിവെച്ചൊഴിയുക. ഏറ്റവും കുറഞ്ഞത് അടുത്ത ഇലക്ഷൻ വരുമ്പോൾ മത്സരിക്കാതിരിക്കുക. ഈ നിലയ്ക്കാണെങ്കിൽ അടുത്ത ഇലക്ഷനിൽ ചിലപ്പോൾ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇന്ന് സന്തോഷത്തിൻ്റെ ദിനങ്ങളാണ്. നമുക്കിവിടെ നിറയെ പണമല്ല വേണ്ടത്. നമുക്ക് വേണ്ടത് ഭൗതികമായിട്ടുള്ള വളർച്ചകളല്ല ഇന്ത്യക്ക് വേണ്ടത്. അതല്ല ഇന്ത്യ. മഹാത്മജിയുടെ ഇന്ത്യ ഇവിടെയുള്ള കർഷകന്മാരുടെ ഇന്ത്യയാണ്, കൃഷിക്കാരുടെ ഇന്ത്യയാണ്, ഇടത്തരക്കാരുടെ ഇന്ത്യയാണ്. ഇന്ത്യയെ ഒരിക്കൽ പോലും അദാനിയുടെ ഇന്ത്യയാക്കാൻ, അംബാനിയുടെ ഇന്ത്യയാക്കാൻ ശ്രമിക്കരുത് മോഡി. അതിവിടുത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടില്ല. അതിൻ്റെ പുറകിൽ നിൽക്കില്ല ജനങ്ങൾ. അവരെന്നും സാധാരണക്കാരാണെന്നർത്ഥം. ഇടനിലക്കാരാണ്, സാധാരണക്കാരാണ്, ഇടത്തരക്കാരാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ഭരിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾ തോറ്റിട്ടൊന്നുമില്ല. നിങ്ങൾ പഠിക്കേണ്ടുന്ന മര്യാദ നിങ്ങളായിട്ട് പഠിച്ചില്ല. നിങ്ങളുടെ ആൾക്കാർ നിങ്ങളെ പഠിപ്പിച്ചില്ല. ഇവിടുത്തെ പ്രതിപക്ഷവും നിങ്ങളെ പഠിപ്പിച്ചില്ല. കുട്ടികളിപ്പോൾ പഠിപ്പിച്ചു. അത് ആ കുട്ടികൾക്ക് നിങ്ങൾ നന്ദി പറയണം. നിങ്ങൾ ഏൽപ്പിച്ച ദ്രോഹത്തിന് അവരോട് മാപ്പും പറയണം. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി നിങ്ങളുടെ പ്രഭ ഉയരുക മാത്രമേ ഉള്ളൂ മോഡിജി. ഏതായാലും ഇനിയൊരു മാൻഡേറ്റിന് വേണ്ടി ശ്രമിക്കരുത്. ഇവിടെ നിർത്തുക. രാജിവെച്ച് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും ഇനിയൊരു ഇലക്ഷനിൽ മത്സരിച്ച് വേവലാതിപ്പെട്ട് ജയിക്കോ തോൽക്കോ എന്നറിയാതെ പാർലമെൻറ്റിൽ കയറി പ്രതിപക്ഷത്ത് കയറിയിരിക്കേണ്ട ഗതികേട് ഇതൊക്കെ വരാം, എവിടെയും വരാം. കെട്ടിപ്പൊന്തിക്കുന്നത് മുഴുവൻ, കത്തിച്ചുയർത്തുന്നത് മുഴുവൻ കരിഞ്ഞുണങ്ങി വീഴുക തന്നെ ചെയ്യും. ഹേ നരേന്ദ്രമോദി, നിങ്ങളതിനൊരു അപവാദമല്ല. നമസ്കാരം.